സോ കയ്യിലുള്ള സേവിങ്സും EMI ഒക്കെ വെച്ചിട്ട് ഒരു പ്രീമിയം സെഗ്മെന്റിലെ ഫോണാണോ നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, തീർച്ചയായും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ പർപ്പസ്? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, ഡാറ്റ സെക്യൂരിറ്റിയും പ്രൈവസി കൺട്രോൾസും. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം കണ്ടന്റ് ക്രിയേഷൻ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നമുക്കൊരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം. അതല്ലാത്ത പക്ഷം നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇത് ഫ്ലെക്സ് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള വെറും ഷോ ഓഫ് മാത്രമായി പോകും. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് വല്ലപ്പോഴും കൂടിയിട്ട് സെൽഫീസ് എടുക്കാനും എപ്പോഴും ഒന്ന് പുറത്തു പോകുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഇത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണിൻ്റെ ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. കാര്യം എല്ലാ കൊല്ലവും 16, 17, 18 എന്ന പേരിൽ ഇറങ്ങുമെങ്കിലും നമ്മുടെ സ്മാർട്ട് ഫോൺ എല്ലാം തന്നെ ഇപ്പോൾ ഏകദേശം സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. അതായത് ഇപ്പോൾ ഉള്ള ഫീച്ചേഴ്സിനെ മറികടക്കുന്ന വിധത്തിലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇനി ഫോണിൽ വരാനില്ല. നിങ്ങൾ ഡിപ്രീസിയേഷനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അതായത് നിങ്ങളിപ്പോൾ 1 ലക്ഷം രൂപയുടെ ഫോൺ വാങ്ങിച്ചെന്ന് വിചാരിക്കുക, അത് വിത്തിൻ 1 ഇയർ കൊണ്ട് തന്നെ അതിൻ്റെ 30 to 40% മാർക്കറ്റ് വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ലൈഫിൽ രക്ഷപ്പെട്ടു എന്ന് മറ്റുള്ളവരെ സ്റ്റാറ്റസ് ഇട്ട് കാണിക്കുന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. അവസാനമായി എനിക്ക് നിങ്ങളടുത്ത് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, സംടൈംസ് വി ഹാവ് ടു പ്രയോറിറ്റൈസ് അവർ നീഡ്സ് ഓവർ അവർ ഡിസയർ. അതായത് നമ്മുടെ ആഗ്രഹത്തിനേക്കാൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ചില സമയത്ത് നമ്മുടെ ആവശ്യത്തിനാണ്. അതുകൊണ്ട് തന്നെ ചിന്തിച്ച് വാങ്ങിക്കുന്ന ഫോണാണ് ശരിക്കും സ്മാർട്ട്. സോ അത്രയും കാര്യം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.